ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എൻ്റെ സ്പെഷ്യലും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് പരിചയപ്പെടുത്താനാണ്. സ്കിൻ വൈറ്റനിങ് മാത്രമല്ല, നമ്മളെ ടാനും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറിക്കിട്ടും. ഇപ്പോൾ ഞാൻ മേക്കപ്പോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ചൊരു ബ്ലർ എഫക്റ്റ് ആയിരിക്കും എന്നെ കാണുമ്പോൾ. പക്ഷേ ഞാനെന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് ഞാനിപ്പോൾ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ആഴ്ചക്ക് ഒരു തവണയെങ്കിലും യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ച് പിന്നെ അത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാണ്ട് പിന്നീട് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് എന്തായാലും ഏൽക്കില്ല. നമ്മളിപ്പോൾ ഒരു സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഞാനെന്നൊക്കെ വെച്ചാൽ വീട്ടിൽ നിന്ന് അങ്ങനെ സ്കിന്നിന് അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കുന്ന ആളൊന്നുമല്ല. ഇങ്ങനെ പുറത്തു പോകുമ്പോൾ അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാണ്ട് വീട്ടിലിരുന്ന് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളെ അല്ല ഞാൻ. രാത്രി ആയാലും ഇങ്ങനെ ഫേസ് വാഷ് ഇട്ട് കഴുകി ഉറങ്ങാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. രാവിലെ പിന്നെ ഞാൻ ഉപയോഗിക്കും. കാരണം എന്ന് വെച്ചാൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും മൂക്കിനെല്ലാം നല്ല എണ്ണ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാനിത് ഏറ്റവും കൂടുതൽ എൻ്റെ പ്രസവ ശേഷമാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. നല്ല മാറ്റമുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളും പാലും കൂടി മിക്സാക്കി വെച്ചതാണ്. ലൂസായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കരുത്. കുറച്ച് ടൈറ്റാക്കിയിട്ട് തന്നെ, നല്ല ടൈറ്റും വേണ്ട നന്ന ലൂസും വേണ്ട, ചെറിയൊരു നമുക്കിങ്ങനെ ഒരു തൊടാൻ പറ്റിയ രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കാം. നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുക്കള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യാം. അല്ലാണ്ട് പുറത്തുനിന്ന് ഓരോ സാധനം വെച്ചിട്ട് ചെയ്യുന്നതിലൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ആക്കിയിട്ട് കുറച്ച് കട്ടി കൂടുതലായിന്. നല്ല എഫക്റ്റീവുള്ളൊരു സാധനമാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ. അധികം എല്ലാവർക്കും അറിയുന്നൊരു സാധനമായിരിക്കും. എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും അതിൻ്റെ കൂടെ എൻ്റെ ചുണ്ടിലും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളതൊന്ന് ട്രൈ. നമ്മൾ ഈ പുറത്ത് തേക്കുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ ഉള്ളിൽ പോകുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ബ്രൈറ്റനും കാര്യങ്ങളാകുക. അപ്പം നിങ്ങളിപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ഫുഡും കാര്യങ്ങളും കഴിക്കാമെന്നാണ്. പിന്നെ മെയിനായിട്ട് ഈ ABC ജ്യൂസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ABC എന്ന് പറയുമ്പോൾ A ഫോർ ആപ്പിൾ, B ഫോർ ബീട്രൂട്ട്, C ഫോർ ക്യാരറ്റ് ആണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മൊത്തത്തിൽ അരച്ച് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവും. പുറത്തുനിന്ന് അലക്കുന്നുണ്ട്, നല്ല മഴയാന്ന്. അപ്പോൾ ആ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം. എന്നാലാണ് നമുക്ക് നമ്മൾ ഈ എന്ത് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യുക, കഴുത്തിലൊന്നും അപ്ലൈ ചെയ്യില്ല. അപ്പം നമുക്ക് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ടോണായിട്ടാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം. കണ്ണിലൊന്നും തേക്കണ്ട, ബാക്കിയുള്ളടത്ത് തേച്ചാൽ മതി. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുമ്പ് മുഖം നന്നായിട്ട് കഴുകണം. ഒന്നും മുഖത്തൊന്നും പാടില്ല. എന്നിട്ട് വേണം നമ്മൾ എല്ലാ പാക്കും കൂടി നമ്മൾ ചെയ്യുന്ന പാക്കെല്ലാം അപ്ലൈ ചെയ്യാൻ. വായ പൂട്ടി അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ 10-15 മിനിറ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്കിത് ഉണങ്ങി കിട്ടുന്നത് വരെയാണ് നമ്മളെ സമയം. അപ്പോൾ നമ്മളിത് ഉണങ്ങുന്നത് വരെ കാത്തിക്കാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പം നമ്മളെ പാക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ചുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കഴുകിയിട്ട് വരാം. അപ്പം ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും നോക്കാം. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ നല്ലൊരു പാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിങ്ങനെ പകുതി നിർത്തി അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ആഴ്ചക്ക് ഒരു തവണയെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഈ ഒരു പാക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു നല്ല റെമഡിയും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇനി സ്കിൻ കെയറിൻ്റെ മറ്റും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനുള്ള ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.